മക്കളെ നമ്മളെ NMMSലെ മാറ്റിന്റെ ഭാഗത്തുള്ള കോഡിംഗ് ഡീകോഡിലുള്ള പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ നമ്മുടെ കോഡിംഗ് ഡീകോഡിന്റെ ക്വസ്റ്റ്യൻ ഇന്നത്തേലേക്ക് പോയി നോക്കാം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ലവ് ഈസ് കോഡഡ് ആസ് JMTC ഫൈൻഡ് ദ കോഡ് ഫോർ കൈറ്റ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ലവ് എന്ന ടേമിനെ നമ്മൾ JMTC എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈൻഡ് എന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യുന്ന ചോദിച്ചത്. സോ മക്കള്, ഈ ലവ് എന്താണ് മാറിയിട്ടുള്ളത്? JMCTയിലേക്കാണ് മാറിയിട്ടുള്ളത്. ലവ് എന്തായിട്ടുണ്ട്? JMCTയിലേക്ക് JMTCയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ കോഡിങ്ങിൻ്റെയും ഡീകോഡിൻ്റെയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലെ അതേപോലെ നമ്മൾ ഇവിടുന്ന് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പോവാണ്. ഇവിടുത്തെ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് എന്താണ്? നമ്പറുകൾ സെയിം ആണ്. ഇവിടെ 4 ലെറ്റേഴ്സ്, ഇവിടെ 4 ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ്. ഈ L J ആയിട്ടുണ്ട്, O എന്തായിട്ടുണ്ട്? M ആയിട്ടുണ്ട്. എന്തോ ഒരു പാറ്റേൺ അവിടെ കാണും. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മുടെ L എന്തായിട്ടുണ്ട്? J ആയിട്ടുണ്ട്. ഓക്കെ, O എന്തായിട്ടുണ്ട്? M ആയിട്ടുണ്ട്. L J ആയിട്ടുണ്ട്, O M ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പാറ്റേൺ പോയത്? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം എഴുതിയിരിക്കുന്നത് നമ്മളെ പാറ്റേണിലേക്ക് നമ്മൾ പോയി നോക്കും. ഓക്കെ, ഇവിടെ എന്തായിട്ടുണ്ടെന്ന് പറഞ്ഞേ? ആദ്യത്തെ ഈ L J ആയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ഈ L എന്തായിട്ടുണ്ട്? J ആയിട്ടുണ്ട്. പിന്നെ ഈ O എന്തായിട്ടുണ്ട്? M ആയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചേ? L ഒരാൾ കഴിഞ്ഞിട്ട് ആയിട്ട്, അതായത് 2 ആൾ പിന്നോട്ട് വന്നിട്ടുണ്ട്. ഈ O ആണെങ്കിലോ 2 ആൾ പിന്നോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നമ്മൾ പോയി നോക്കിയാൽ L എന്തായിട്ടുണ്ട്? 2 ആൾ പിന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, 2 ആൾ പിന്നോട്ട് പോയിട്ടുണ്ട്. O എന്തായിട്ടുണ്ട്? 2 ആൾ പിന്നോട്ട് പോയിട്ടുണ്ട്. V എന്തായിട്ടുണ്ട്? 2 ആൾ പിന്നോട്ട് പോയിട്ടുണ്ട്. E എന്തായിട്ടുണ്ട്? 2 ആൾ പിന്നോട്ട് പോയിട്ട് C ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കോഡ് കിട്ടിയിട്ട് 2 ആൾ എന്തായിട്ടുണ്ട്? പിന്നോട്ട് പോവാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൈൻഡ് എന്ന വേർഡിന് ജസ്റ്റ് 2 ആൾ പിന്നോട്ട് അടിച്ചാൽ മതി. ഓക്കെ, നമ്മളെ കൈൻഡ് എന്ന വേർഡ് 2 ആൾ പിന്നോട്ട് അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കൈൻഡ് എന്ന വേർഡിനെ നമുക്ക് ഈ രൂപത്തിൽ കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ നോക്കാം. 2 ആൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് K എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 ആൾ പിന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? I ആയിട്ട് മാറും. റെഡി? നമ്മളെ K എന്ന വേർഡ് 2 ആൾ പിന്നോട്ട് പോയാൽ ഇവിടെ എന്താവും? I ആയിട്ട് മാറും. ഇനി I എന്ന വേർഡ് എന്ത് ചെയ്യണം? 2 ആൾ അവിടെയും പിന്നോട്ട് പോകണം. സോ അവിടെ 2 ആൾ പിന്നോട്ട് പോയാൽ I എന്ന വേർഡ് 2 ആൾ പിന്നോട്ട് പോകുന്നു. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? G ആണ് കിട്ടുക. ഓക്കെ, അപ്പം നമ്മുടെ I എന്ന ആൾ 2 ആൾ പിന്നോട്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടും? G കിട്ടും. ഓക്കെ, G കിട്ടി. ഇനി നമുക്ക് N എന്ത് ചെയ്യണം? 2 ആൾ പിന്നോട്ട് പോകണം. N 2 ആൾ പിന്നോട്ട് പോയാൽ നമുക്ക് ആരെ കിട്ടും? N എന്ന നമ്പർ 2 ആൾ, ഇവിടെ ആണ് N ഉള്ളത്, അത് 2 ആൾ പിന്നോട്ട് പോയാൽ നമുക്ക് L എന്ന് കിട്ടും. ഓക്കെ, സോ N എന്തായിട്ടുണ്ട്? L ആയിട്ടുണ്ട്. ഇനി D എന്ന ആൾ എന്ത് ചെയ്യണം? 2 ആൾ പിന്നോട്ട് പോകണം. 2 ആൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ D, മക്കൾ നോക്കിക്കോ, ഇവിടെയാണ് D ഉള്ളത്. 2 ആൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് B ആയിട്ട് മാറും. സോ D എന്തായിട്ടുണ്ട്? മക്കളെ? B ആയിട്ടുണ്ട്. എങ്ങനെ? നമ്മുടെ K എന്ന് പറയുന്ന ആൾ 2 ആൾ പിന്നോട്ട് പോയി. I എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? 2 ആൾ പിന്നോട്ട് പോയി. N എന്ന് പറയുന്ന ആൾ 2 ആൾ പിന്നോട്ട് പോയി. D എന്ന് പറയുന്ന ആൾ 2 ആൾ പിന്നോട്ട് പോയി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? പുതിയൊരു കോഡ് കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്ന രണ്ടാമത്തെ പാറ്റേണിലേക്ക് ഈ ഒരു ലെറ്റർ പോയിട്ടുള്ളത് മനസ്സിലാക്കി. അതിനാണ് നമുക്ക് ആദ്യത്തെ നമ്മളെ ആ ഒരു ഡീകോഡിങ് ടാബിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചത് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ലവ് JMTCയിലേക്ക് മാറിയതെന്ന്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ നമ്മൾ കൈൻഡിനെ എന്ത് ചെയ്ത് നോക്കും? മാറ്റി കൊടുക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? കൈൻഡിൻ്റെ കോഡഡ് വേർഷൻ കിട്ടും. IGLB. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യടാ, അടുത്ത ഇതുപോലെ കോഡിങ്ങിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.